വീണ്ടും 3 പോയിന്റ് വെറുതെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കളി കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് എന്ത് തേങ്ങയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സീസൺ പകുതി ആവാറായി, ഇതുവരെ കോച്ചിന് നല്ലൊരു ഫോർമേഷൻ ഇറക്കാൻ ഇപ്പോഴും അറിയത്തില്ല. അതേപോലെ തന്നെ ഡാനിഷും ഭയങ്കരധികം ബാഡ് പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു കളിയിലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോച്ച് ഇപ്പോഴും ആ ഒരു താരത്തിന് തന്നെ ക്യാപ്റ്റൻ ബാൻഡ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പഞ്ചാബിനെതിരെ 3-1 പരാജയപ്പെട്ടിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു ഗോൾ അടിച്ചത് ഫൗളോ എന്തെയാണ്. ഈ ഒരു മാച്ചിൽ കുഴപ്പമില്ലാത്ത പ്രകടനം എനിക്ക് തോന്നിയത് ഫൗളോ എന്തേ തന്നെയായിരുന്നു. ഈ ഒരു മാച്ചിൽ താരം ഗോൾ അടിച്ചുകൊണ്ട് മാത്രമല്ല ഞാനിങ്ങനെ പറയുന്നത്, താരത്തിന്റെ ഡിഫൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു താരത്തിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 3 ഗോൾസും വരാനുള്ള കാരണം നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. ഈ ഒരു മാച്ചിൽ വലിയൊരു ഗ്യാപ്പാണ് ഡിഫൻസ് ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ റെലഗേഷൻ ഉറപ്പ് തന്നെയാണ്. ബാഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബാഡ് പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു കളി കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായം താഴത്ത് കമന്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്.